അസ്സാം വലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, മാഷാല്ല. അപ്പോൾ ക്ലിയറായി. വീഡിയോ റെഡിയാണ്, ഓഡിയോ റെഡിയാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? അൻവർ സിദ്ദീഖ്. ഓക്കെ. അൻവർക്ക എവിടെയാണ്? നാട് എവിടെയാണ്? മഞ്ചേരി അരീക്കോട് റോഡിന് പുല്ലൂര് എന്ന സ്ഥലമാണ്. ഓക്കെ, മാഷാല്ല. എന്താണ് നിലവിൽ റിട്ടയർ ചെയ്തിട്ട് വീട്ടിലാണോ? കുറച്ച് ഗൾഫിലായിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാവൽസ് ജോലിയാണ്. ഓക്കെ, മാഷാല്ല, മാഷാല്ല. ഓക്കെ, നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയാനേ, നമ്മളെ ഈ പഠനത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ചെറിയ പ്രായമുള്ള ആളുകളുണ്ട്, വലിയ ആളുകളൊക്കെ ഉണ്ട്. അൻവർക്കൊക്കെ ഇപ്പോൾ എത്രയാണ്? എത്ര പ്രായം, വയസ്സ് എത്രയായി? ഹലോ. എനിക്ക് 53, ഓക്കെ, 53. ഓക്കെ, ഓക്കെ. മാഷാല്ല, മാഷാല്ല. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിലും 50 കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലും അറബി ഭാഷ പഠിക്കാൻ ഇറങ്ങിയതാണ്. മാഷാല്ല, ബറക്കല്ലാ ഫീക്കും. വലിയൊരു ഏഹ്, ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം, ഖുർആനിൻ്റെ ഭാഷ പഠിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. നിസ്കാരത്തിലും നമ്മുടെ മറ്റു പിന്നെ ഹദീസ് വായിക്കുമ്പോഴും ഖുർആൻ വായിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ എളുപ്പമാകുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ ഈ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ഓൺലൈൻ വൈവ ഇപ്പോൾ വിളിച്ച് കുറച്ചല്പം വൈകിട്ടുണ്ട്. ക്ഷമ ചോദിക്കുകയാണ്. ഈ ഒരു വൈവ നടത്താനുള്ള കാരണം, നമ്മുടെ മൊഡ്യൂൾ 1 പരീക്ഷ നടന്നപ്പോൾ അതിൽ ഒരേ മാർക്ക് വാങ്ങിയ ആളുകൾ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. അവരിൽ നിന്നും ഒരു ടോപ്പ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള സ്ക്രീനിങ് ആണ് ഈ ഒരു വൈവ. ഇൻഷാ അല്ലാ നമ്മുടെ കൂടെ നമ്മുടെ അറബി ഭാഷ പഠന കോഴ്സിലെ ഉസ്താദ് കൂടെ ഉണ്ട്, സലീം ഉസ്താദ് ഉണ്ട്. അപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ എളുപ്പമുള്ളതും കുറച്ചല്പം ആലോചിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഈ ഒരു വൈവ കൂടി പരിഗണിച്ചിട്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുക. അതിനുശേഷം നമ്മൾ ഇൻഷാ അല്ലാ മൊഡ്യൂൾ 2 ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കും, ഇൻഷാ അല്ലാ. അപ്പം ഇൻഷാ അല്ലാ ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അൻവർ സാഹിബേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രയാസകരമായത് എന്നിങ്ങനെയാണ് അറബിയിൽ പറയാ? അസീർ, അമ്രുൻ, ആ യസീറിന് എളുപ്പമുള്ളത്. ആ പിന്നെ ഉസ്റുൻ, ആ ഓക്കെ, നിങ്ങൾ മുത്തറാദിഫുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ്, മാഷാ പിന്നെ അല്ലാ. അൽ ഉസ്രി യുസ്റാന്ന്. ആ, പക്ഷേ നമ്മളെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈസി എന്നതിന് സഹ്ല എന്നല്ലെങ്കിൽ സഹ്ല് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബുദ്ധിമുട്ടുള്ളത് എന്നതിനൊരു വാക്ക് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. സുഅബത്തുൻ. മാഷാ അല്ലാ. സ്വാബത്തുൻ. അപ്പം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ചോദ്യം എന്നുള്ളത് അത് മനസ്സിലാക്കാനാണ്. നമ്മൾ ആദ്യം പറയാൻ അല്ലേ, ആ ജസ്റ്റ് ആ മൊഡ്യൂൾ അനുസരിച്ചാണ് നമ്മൾ അതെ അതെ ചോദ്യങ്ങൾ അതെ. തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി 4 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, ഇൻഷാ അല്ലാ. അപ്പം ഇനി 4 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങളെ എങ്ങനെ നമ്മൾ ഇരുത്തുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യെസ്, അൽ കലമു തോലിബി ജദീദത്തുൻ എന്നതിനൊന്ന് സഹിഹ്. അൽ കലമു അൽ തോലിബി ജദീദത്തുൻ. താലിബ് ജദീദുൻ. ഒന്നുകൂടെ പറഞ്ഞേ. കലമു താലിബി ആ ജദീദുൻ. ആ അൽ കലമു തോലിബി ജദീദ്. തുടക്കത്തിൽ അങ്ങനെ തുടക്കം എന്തായിരുന്നു? അൽ കലമു ആ അൽ കലമു താലിബി ആ ജദീദ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ജദീദൻ. അപ്പം താലിബ് ജദീദ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രത്യേക കലമാണെങ്കിൽ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് കുറേ വിഷയങ്ങൾ മാഷാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ അങ്ങോട്ട് വിട്ടുപോകും, ചില കാര്യങ്ങൾ വിട്ടുപോകുമല്ലോ. അവിടെ ശരിക്കും എന്താ വെച്ചാൽ ഉത്തരം മലയാള അതിൻ്റെ എന്താണ് അതിൻ്റെ മലയാള അർത്ഥം എന്തായിരിക്കും? ഇത് ചോദ്യമല്ല കേട്ടോ, ആ ജസ്റ്റ് അല്ലേ, അതെ. വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. ഇത് ചോദ്യമല്ല, രണ്ടാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ഇനി മൂന്നാമത്തെ അടുത്ത് വരുള്ളൂ. ഇത് വേറെ ഇതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് കുട്ടിയുടെ ആ പേന ആ പുതിയതാണ് അയ്യോ, അല്ലെ? ആ അർത്ഥം ആ കറക്റ്റ് ഓടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അൽ കലമു തോലിബി എന്ന് പറയോ? ശരിക്കും ആകുമ്പോ കലമു താലിബി ആ രണ്ടാമത്തേനാണ് അലിഫ്ലാമ് വരിക. ആ അപ്പോൾ അൽ കലമു എന്ന് പറയാൻ പാടില്ല.
കലമു തോലിബി എന്നേ പാടില്ല. പറയുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങൾ വിട്ടുപോയതാണ്. നിങ്ങളങ്ങനെ വിട്ടുപോകാൻ പാടില്ല. യെസ്, മൂന്നാമത്തെ ചോദ്യം ഇൻഷാ അല്ലാ നമുക്ക് പറയാം. മൂന്നാമത്തത്, ഉസാമ മടിയനായ വിദ്യാർത്ഥിയാണ്. ഒന്ന് അറബിയിൽ പറഞ്ഞേ. ഉസാമ മടിയനായ വിദ്യാർത്ഥിയാണ്. ആ ഉസാമത്തു ആ താലിബുൻ ആ കസ്ലാനു. കസ്ല പറഞ്ഞോളി. ഉസാമത്ത് തോലിബുൻ. എൻ്റെ ഒരു ചെക്ക് വന്നിട്ടുണ്ട്. കട്ടാവുന്നുണ്ട് ഉസ്താദ്. ഉസാമത്തു താലിബുൻ എന്ന് പറഞ്ഞു. ബാക്കി എന്തായിരുന്നു? ഉസാമത്തു ഒരു മിനിറ്റ്. ക്ലിയർ. അപ്പോൾ ഓഡിയോ കേൾക്കുന്നുണ്ട്. ഉസാമ മടിയനായ വിദ്യാർത്ഥിയാണ് എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കാനാണ്. ഉസാമത്തു താലിബുൻ കസ്ലാനു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മാഷാ അല്ലാ. മാഷാ അല്ലാ. ഉസാമത്തു താലിബുൻ കസ്ലാനു. ആ ഓക്കെ ഓക്കെ ജമീൽ. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. മേശമേലുള്ളതായ ഈ ഭംഗിയുള്ള പുസ്തകം ആരുടേതാണ്? മേശമേൽ ഉള്ളതായ ഈ ഭംഗിയുള്ള പുസ്തകം ആരുടേതാണ്? ലിമൻ ഹാദൽ കിതാബുല്ലദി ഭംഗിയുള്ളത് എന്നുള്ളത് താവിലത്തി. മാഷാ അല്ലാ. ലിമൻ ഹാദൽ കിതാബുൽ ജമീലുല്ലത്തി അല്ലദി അല താവിലത്തി. നമ്മൾ തോവിലത്ത് എന്ന വാക്കല്ല നമ്മളവിടെ പഠിച്ചത്, മറ്റൊരു വാക്കാണ്. അലൽ മക്തബി. വെരി ഗുഡ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞത്. ആൻസർ ശരിയാണ്. ഒന്നും കൂടെ പറഞ്ഞോളൂ കേട്ടോ. ആൻസർ ശരിയാണ്. ഓക്കെ, പിന്നെ ആൻസർ ഒന്നും ലിമൻ ഓക്കെ. ലിമൻ ആ ഹാദൽ കിതാബുല്ലദി കിതാബുൻ ലിമൻ ഹാദൽ കിതാബുൽ ജമീൽ അല്ലദി അലൽ മക്തബി. ഓക്കെ ഓക്കെ. മാഷാ അല്ലാ. വലിയ സെന്റൻസ് ഉപയോഗിക്കാനുള്ള ആ ഇത് ആർജിച്ചെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ. ഒറ്റ അതിന് ചോദ്യം കൂടി അല്ലേ? ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അത് അവിടെ എന്നതിനുള്ള അറബി പദം ഏതാണ്? ഹുനാക്. മാഷാ അല്ലാ. Very good. ഗൾഫിലെ മാഷാ അല്ലാ, മാഷാ അല്ലാ, മുമ്പ് മാഷാ ഗൾഫിലെന്ന് പറഞ്ഞു. യെസ്. അപ്പോൾ ആ ചോദ്യം വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അഞ്ചാമത്തെ ചോദ്യം. മാഷാ അല്ലാ. നമ്മളെ ഈ ഒരു വൈവ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് പരീക്ഷ നടത്തി ഉന്നതമായ സ്കോറ് കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വൈവയായിരുന്നു. അവസാനമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അൻവർ സാഹിബായിരുന്നു. മഞ്ചേരി പുല്ലൂർ സ്വദേശിയാണ്. മാഷാ അല്ലാ. ഈ ഒരു പ്രായത്തിലും 53 വയസ്സ് ആയി ഇപ്പോഴും ഈ ഒരു പഠന രംഗത്ത് മാഷാ അല്ലാ അവരുടെ കഴിവും സമയവും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വലിയൊരു മാതൃകയാണ്. ഒരുപാട് ആളുകൾക്ക് വലിയ തിരക്ക് പറഞ്ഞ് ഇതിനൊന്നും സമയമില്ല എന്ന് ന്യായം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള വലിയ മറുപടികളാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വൈവയിൽ പ്രധാനമായും എത്തിയിട്ടില്ല. നമ്മൾ ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ 63-ാമത്തെ വയസ്സിൽ നമ്മുടെ കൂടെ ഈ ഒരു കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മാഷാ അല്ലാ. സഹോദരിമാരുണ്ട്. ടീച്ചിങ് ഫീൽഡിൽ മറ്റു കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ വൈവ ഇവിടെ അവസാനിക്കുകയാണ്. മാഷാ അല്ലാ. വലിയ സന്തോഷമുണ്ട്. അറബി ഭാഷാ പഠന രംഗത്ത് നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ഓരോ അധ്വാനത്തിനും സമയത്തിനും ഒക്കെ അള്ളാഹു കൃത്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാഷാ രംഗത്ത് നന്നായി പഠിക്കാൻ വളരാനുമൊക്കെ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ. ഈ ഒരു വൈവ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാ പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വൈവേ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇതിൽ ചോദ്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഊന്നൽ നൽകിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ദുറൂസുൽ ലുഗത്തിൽ അറബിയ എന്ന ടെക്സ്റ്റ് പൂർത്തിയാക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്
നമുക്ക് അറബിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ അറബിയിൽ വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇമാമ് നിന്ന് ഓതുമ്പോഴും മൗമൂമിങ്ങളായിട്ട് നിൽക്കുമ്പോഴും കേൾക്കുന്ന സൂറത്തുകളുടെയൊക്കെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നൊക്കെയാണ് ഈ ഒരു പുസ്തകം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിഷയങ്ങളെ ഊന്നിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും പഠിതാക്കളോട് ചോദിച്ചത്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ഒരു കോഴ്സ് വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പഠിതാക്കൾക്കാണെങ്കിലും ഇതിൻ്റെ സംഘാടകർക്കാണെങ്കിലും അല്ലാഹു തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വൈവ ഇവിടെ അവസാനിക്കുകയാണ്. മൊഡ്യൂൾ 1 അറബി ഭാഷ പഠന കോഴ്സിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും മികച്ച മാർക്ക് വാങ്ങി മുന്നിലെത്തിയ ആളുകൾക്ക് വേണ്ടി അവർക്കിടയിൽ നിന്നും ഏറ്റവും മികച്ച പഠിതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു വൈവ ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു വൈവയുടെ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പീസ് റേഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പഠനത്തിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കാനൊന്നും ഇനി സമയമില്ല, പ്രായം ഒരുപാട് കഴിഞ്ഞു എന്നൊക്കെ പരിതപിക്കുന്ന ആളുകൾക്കുള്ള വലിയ മറുപടികൾ, വലിയ കണ്ണു തുറപ്പിക്കുന്ന മികച്ച ഉദാഹരണങ്ങളാണ് ഇന്നത്തെ മത്സരാർത്ഥികൾ. ഇന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ അവർ വലിയ പഠിതാക്കളാണ്. മാഷാ അല്ലാഹ് നല്ല മാർക്ക് സ്കോർ ചെയ്തവരാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പഠനരംഗത്ത് എല്ലാവർക്കും അള്ളാഹു അറിവും കഴിവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.